ഹല്ലേലൂയ. വിഷയം യഹോവയുടെ വചനം കേൾപ്പീൻ. ഹല്ലേലൂയ. യെഹെസ്കേൽ 37:4 ഹല്ലേലൂയ. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. ഉണങ്ങിയ അസ്ഥികളെ എന്നാൽ ഇസ്രായേൽ ജനത്തെയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇതാണ് വചനത്തിൽ കൂടി ദൈവം സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം മരിച്ച് അസ്ഥികളായി കിടക്കുന്നു. ആ അസ്ഥിയെപ്പോലെ ആയി പോയിരിക്കുന്ന ഇസ്രായേൽ, ആ വചനത്തിൻ്റെ അർത്ഥമാണ് നാം മനസ്സിലാക്കേണ്ടത്. മനുഷ്യൻ്റെ അസ്ഥികൂമ്പാരങ്ങൾ, അതിൽ കൂടെ അർത്ഥം എത്ര ആഴമേറിയതാണ്. ഹല്ലേലൂയ. മനുഷ്യൻ്റെ അസ്ഥികൂടം, ഇസ്രായേൽ അസ്ഥികൂടമായെന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ യഹോവയായ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിലും ദൈവത്തിൻ്റെ ഹിതത്തിലും ഇച്ഛയിലും നിയമത്തിലും നിന്ന് തെറ്റിയൊഴിഞ്ഞ് മ്ലേച്ഛതയിൽ മുങ്ങിക്കുളിച്ച് ലോകത്തിൽ മറ്റൊരു ജനതയിലുമില്ലാത്ത മ്ലേച്ഛത, മറ്റൊരു ജനതയിലുമില്ലാത്ത പാപം, അന്യ ദൈവങ്ങളെ ആരാധിക്കുക, മൂർത്തി പൂജ ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പച്ചമരത്തിൻ ചുവട്ടിലെല്ലാം ഹല്ലേലൂയ ബിംബങ്ങളെ ഉണ്ടാക്കി വെച്ച് പൂജിക്കുക. ഓർക്കുക, അന്യ ജാതിക്കാർ പോലും, കർത്താവിനെ അറിയാത്ത ജനം പോലും ചെയ്യാത്ത പ്രവൃത്തിയാണ് യഹോവയായ ദൈവത്തോട് ഇസ്രായേൽ ജനം ചെയ്തത്. ഇസ്രായേൽ ജനമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തം ജനമാണ് ആ ജനം. ഹല്ലേലൂയ. ആ ജനം ചെയ്തത് കർത്താവിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഹല്ലേലൂയ. കാരണം യഹോവയായ ദൈവത്തിൻ്റെ ഏറ്റവും വെറുക്കപ്പെട്ട കാര്യം മറ്റ് അന്യപൂജകളാണ്. ഹല്ലേലൂയ, അന്യ ദൈവങ്ങളെ ആരാധിക്കുക എന്നുള്ളതാണ്. അതാണ് ഇസ്രായേൽ ജനം ചെയ്തിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ആ അസ്ഥികളെയാണ് യഹോവയുടെ വചനം പറയുവാൻ യെഹെസ്കേൽ പ്രവാചകനോട് പറഞ്ഞത്. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവാചകനോട് പ്രവചനമായി പറയുകയാണ്. ഹല്ലേലൂയ. പറയുന്നത്, എന്തുകൊണ്ടാണ് അസ്ഥികളെ മനുഷ്യനാക്കി ജീവിപ്പിച്ചത്? ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അസ്ഥികളെ പോലെ ആയിരുന്ന ഇസ്രായേൽ ജനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ ജനം ഹല്ലേലൂയ യഹോവയുടെ സ്വന്തം ജനമാണ്. ഹല്ലേലൂയ. ദൈവം നിയമങ്ങളും ചട്ടങ്ങളും, ദൈവത്തിൻ്റെ ദൈവിക നിയമങ്ങളും ചട്ടങ്ങളും യഹോവ പഠിപ്പിച്ചതാണ്. ഹല്ലേലൂയ. 11 ദിവസം കൊണ്ട് ഹല്ലേലൂയ കനാൻ ദേശത്തെത്തേണ്ട ജനം, ഹല്ലേലൂയ, 6 ലക്ഷം പുരുഷന്മാരും അവരുടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും. ഹല്ലേലൂയ. ഇവർ ഹല്ലേലൂയ 11 ദിവസം കൊണ്ട് കനാൻ ദേശത്തെത്തേണ്ടതായിരുന്നു. എന്നാൽ ഹല്ലേലൂയ അവർ മരുഭൂമിയിൽ 40 ദിവസം ചുറ്റി. ഹല്ലേലൂയ. എന്തുകൊണ്ട്? ഹല്ലേലൂയ. യഹോവയായ ദൈവം തൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും അവരെ പഠിപ്പിക്കുവാൻ നോക്കി. ഹല്ലേലൂയ. അവർ 40 വർഷമായിട്ടും പഠിച്ചില്ല എന്നുള്ളതാണ്. അവർ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വരുമ്പോൾ അവർ കർത്താവിന് മോശയ്ക്കും എതിരായിട്ട് പിറുപിറുക്കും. ഹല്ലേലൂയ. മിസ്രൈം ദേശമാണ് ഞങ്ങൾക്ക് നല്ലതെന്ന് പറയുന്ന ജനമാണ്. ഹല്ലേലൂയ. ആ ജനമാണ് ഇന്നും ഉള്ളത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇന്നും പെന്തക്കോസ് എന്ന് പറഞ്ഞിട്ടും ആ ജനമാണുള്ളത്. ഹല്ലേലൂയ. അത് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പ്രിയരേ,
ആ ജനം വലിയ പാപം ചെയ്തു. മറ്റ് ജനത്തേക്കാൾ അധികം ഹല്ലേലൂയ ബിംബാരാധനയും മൂർത്തിപൂജയും എല്ലാം ചെയ്ത് അവര് ദൈവത്തെ വെറുപ്പിച്ചു. ഹല്ലേലൂയ. യഹോവയായ ദൈവം അവരോട് കൂടെ ഇരുന്ന് രാത്രിയിൽ അഗ്നിസ്തംഭവും പകൽ മേഘസ്തംഭവും നൽകി. ഹല്ലേലൂയ. മന്ന നൽകി. ചെങ്കടൽ രണ്ടായി പിളർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടായി പിളർന്ന് അവരെ അക്കരയ്ക്ക് നടത്തി. ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തകർത്ത് കളഞ്ഞു, മുക്കിക്കളഞ്ഞു. എന്നിട്ടും മനസ്സിലാക്കാത്ത ജനമായിരുന്നു ഇസ്രായേൽ ജനം. ഹല്ലേലൂയ. ചെങ്കടൽ അക്കരെ കടന്നത് ഹല്ലേലൂയ യോശുവയാണ് ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോയത്. അത് പുതിയ തലമുറയായിരുന്നു. മിസ്രയീമിൽ നിന്നും വന്ന തലമുറ 40 വർഷമായിട്ടും അവർ ശരിയായില്ല. അവർ മരുഭൂമിയിൽ പട്ടുപോയി. ആ പട്ടുപോയത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. ഹല്ലേലൂയ. അതെപ്പോഴും മനസ്സിലാക്കുക. ദൈവപ്രവൃത്തിയായിരുന്നു ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പട്ടുപോയത്. വന്ന തലമുറ, ഒരു തലമുറയാണ് പട്ടുപോയത്. ഓർക്കുക. ഹല്ലേലൂയ. അതുപോലെ പുതിയ തലമുറ യോശുവയുടെ കൂടെ പോകുമ്പോൾ അവർക്ക് പരിച്ഛേദന ചെയ്തിരുന്നു. പരിച്ഛേദന എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് അതും ഒരു ദൈവപ്രവൃത്തിയായിരുന്നു. ഹല്ലേലൂയ. ആ പരിച്ഛേദന ജനത്തിന് കൊടുത്തു. ഹല്ലേലൂയ. പരിച്ഛേദന അത് ഭൗതികമായ കാഴ്ചപ്പാടിൽ കൂടെ നമുക്ക് കാണാൻ കഴിയും. ആ പരിച്ഛേദന ഭൗതികമായിട്ട് ചെയ്ത പ്രവർത്തനമായിരുന്നു ആ പരിച്ഛേദന. എന്നാൽ പുതിയ നിയമകാലത്ത് വരുമ്പോൾ, ക്രിസ്തുവിൻ്റെ കാലം തൊട്ട് ഇന്ന് വരെയും വരുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിച്ഛേദന എന്ന് പറയുന്ന ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ്. ആ പരിച്ഛേദന ഇന്ന് പെന്തക്കോസ്ത് ഏൽക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഏറ്റവും ടോപ്പ് തൊട്ട് ഹല്ലേലൂയ താഴെ വരെയും ഹല്ലേലൂയ ജനമിന്ന് ഹല്ലേലൂയ പരിച്ഛേദന, ഹൃദയത്തിൻ്റെ പരിച്ഛേദന ഏൽക്കുന്നില്ല. ഒരു ചെറിയ ശതമാനമാണ് ഹല്ലേലൂയ രക്ഷപ്പെട്ടിട്ടുള്ളത്. കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ വളരെ ചെറിയൊരു ശതമാനമാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. നമ്മൾ അത് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ സാഹചര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, പെന്തക്കോസ്തിൻ്റെ സാഹചര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. ഭൂമിയിൽ ഉള്ളത് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് പെന്തക്കോസ്ത് അനുഭവമുള്ള ജനത്തെയാണ്. മറ്റ് ജനം അവിടേക്ക് വരികയാണ് വേണ്ടത്. ഹല്ലേലൂയ. അത് വരുവാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടത് പെന്തക്കോസ്ത് അനുഭവമുള്ള ദൈവസഭകളാണ്, ജനമാണ്. ഹല്ലേലൂയ. മറ്റുള്ളവർ വരുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് ഹല്ലേലൂയ അത് പ്രവർത്തിക്കുന്നില്ല. ഇന്നും ഈ പെന്തക്കോസ്ത് ജനത്തിൽ കിടക്കുന്നത് ഹല്ലേലൂയ യഹൂദൻ, പേര് പുറമേ യഹൂദൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹാപുരോഹിതന്മാർ, ഹല്ലേലൂയ, പരീശന്മാർ, ശാസ്ത്രിമാർ, ഹല്ലേലൂയ, മൂപ്പന്മാർ, ഇതെല്ലാം ഹല്ലേലൂയ, ഹല്ലേലൂയ ഇസ്രായേലിന്റെ മേൽത്തട്ടിലുള്ളവരായിരുന്നു. ദൈവത്തെ ഏറ്റവും അടുത്തറിയുന്നവരായിരുന്നു. ഹല്ലേലൂയ. അവരാണ് ക്രിസ്തുവിനെ അംഗീകരിക്കാഞ്ഞത്. അവർക്കൊരിക്കലും ഹല്ലേലൂയ ഒരു സമയത്തും അവർക്ക് ഹല്ലേലൂയ അവരെ ഹല്ലേലൂയ മനസ്സിലാക്കുന്നില്ല. ഹല്ലേലൂയ കർത്താവിനെ മനസ്സിലാക്കുന്നില്ല. അത് നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. പുതിയ നിയമം പഠിക്കുമ്പോൾ അവിടെ പറയുന്നത് ഹല്ലേലൂയ, ഹല്ലേലൂയ ഇവർ ഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ഈ പറഞ്ഞവർ ഹല്ലേലൂയ ഗ്രഹിക്കുന്നില്ല. ആദ്യ തൊട്ട് അവസാനം വരെയും ഹല്ലേലൂയ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നവർ ഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. യേശു ഹല്ലേലൂയ തൻ്റെ ജീവിതം ഹല്ലേലൂയ തുടക്കം തൊട്ട് അവസാനം വരെയും പോരാട്ടമാണ്. ക്രൂശിലെ മരണം വരെയും പോരാട്ടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകനാൽ യോർദാൻ നദിയിൽ സ്നാനമേൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് തൻ്റെ മേൽ പതിഞ്ഞു, ക്രിസ്തുവിൻ്റെ മേൽ പതിഞ്ഞു. ഹല്ലേലൂയ. അവൾ സ്വർഗത്തിൽ നിന്നും ഒരു വചനം കേൾക്കുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അർത്ഥം അവിടെ തന്നെ
അഭിഷേകം ക്രിസ്തു പ്രാപിച്ചു. ഹല്ലേലൂയ. ക്രിസ്തു 30-ാമത്തെ വയസ്സ് തൊട്ടാണ് പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് 30-ാമത്തെ വയസ്സിൽ തുടങ്ങിയത്? 30-ാമത്തെ വയസ്സിലാണ് അഭിഷേകം പ്രാപിക്കുന്നത്. അഭിഷേകം പ്രാപിച്ചേ പറ്റുള്ളൂ ഒരു ആത്മീയ അനുഭവമുള്ളവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെള്ളത്താൽ സ്നാനമേറ്റ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ അടുത്ത പടി അഭിഷേകമാണ്. കൃപാവരം പ്രാപിക്കുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ഒരു വിഷയമുണ്ട്. ഇത് ചെയ്യുവാൻ ഹല്ലേലൂയ ഈ വരങ്ങളെല്ലാം ഒരു വ്യക്തിക്കായിട്ട് കർത്താവ് കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 12-ന്റെ 8, 9, 10, 28, 29, 30, 31 വായിച്ചു നോക്കുക. ഹല്ലേലൂയ. 1ഉം 2ഉം വരങ്ങൾ, 2ഉം 3ഉം വരങ്ങൾ ഓരോ വ്യക്തികൾക്കായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ മൊത്തം വരേണ്ടത് ഒരു സഭയിലാണ്. ആ സഭയിലാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അതാണ് സഭയെ എന്ന് വിളിക്കുന്നത്. തിരുവചനവും വിളിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പറയുന്ന ഭക്തന്മാരും വിളിക്കുന്നു. സഭയെ നീ എഴുന്നേൽക്കുക, ഉണരുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നിലപാടാണ് ഇന്ന് സംഭവിക്കുന്നത്. ഇന്ന് കർത്താവിന്റെ വരവിന്റെ നാളുകളാണ്. കർത്താവിന്റെ വരവിന്റെ ഈറ്റുനോവാണ് സംഭവിക്കുന്നത്. നമുക്ക് ചുറ്റും നമുക്കും സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അത് മനസ്സിലാക്കാതെ ഹല്ലേലൂയ നാളെ, മറ്റന്നാള്, അടുത്ത വർഷം, അതിന്റെ അടുത്ത വർഷം, എന്റെ തലമുറ എന്ന് ചിന്തിച്ച് തോളിൽ കൂട്ടിവെച്ച് നടക്കുന്ന ജനസമൂഹം എന്ന് രക്ഷപ്പെടും? ആലോചിക്ക. ഇപ്പോൾ, നാളെ, അടുത്ത ദിവസം, അടുത്ത വർഷം എന്റെ കർത്താവ് വരുമെന്നുള്ളത് ഉറപ്പാണ്. ഹല്ലേലൂയ. എന്റെ കർത്താവ് വരുവാൻ സമയം അടുത്തു. തിരുവചനപ്രകാരം സർവ്വതും നമ്മെ കാണിച്ചു കഴിഞ്ഞു, നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയും തിരുവചനത്തിൻ പ്രകാരം ബാക്കിയുള്ളത് അനേകം രക്ഷപ്പെടുവാനാണുള്ളത്. അത് മാത്രം സംഭവിച്ചാൽ മതി. അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടത് ഈ ഹല്ലേലൂയ ദൈവസഭകളാണ്. ദൈവസഭകൾ ഉണരുന്നില്ല. അവർ ഹല്ലേലൂയ വചനപ്രകാരം പോകുന്നില്ല. ഹല്ലേലൂയ സത്യവചനം, ജീവനുള്ള ദൈവത്തെ, സത്യ ദൈവത്തെ, ഹല്ലേലൂയ ദൈവശക്തിയെ ലോകത്തിലേക്ക് പടർത്തുവാൻ അവരാണ് പ്രവർത്തിക്കേണ്ടത്. അവർ പ്രവർത്തിക്കുന്നില്ല. ഹല്ലേലൂയ. അവരുടെ മേൽത്തട്ട് അടി കൂടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഹല്ലേലൂയ. എത്രയോ പാപം പിടിച്ച ജനം, ഹല്ലേലൂയ, അറിയാത്ത ജനം, ദൈവത്തെ എന്താണെന്ന് അറിയാത്ത ജനം, അവർ തിരിച്ച് ഇത് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു മനുഷ്യൻ ചോദിക്കുന്നത്, നിങ്ങളെ യേശു എന്താണ്, എങ്ങനെയാണ് ജനിച്ചത്, എവിടെയാണ്, എന്തുകൊണ്ടാണ്? അവന് വചനം അറിയാത്തതുകൊണ്ടാണ്. സത്യദൈവത്തിന്റെ വചനം തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യദൈവത്തെ അറിയിക്കുവാൻ ഈ ജനം, ഹല്ലേലൂയ, ഈ സഭകൾ ആയിട്ടില്ല, വളർന്നിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർ ചോദിക്കുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾ ഹല്ലേലൂയ ദൈവജനം പെന്തക്കോസ്ത് അനുഭവത്തിൽ വരാതെ കണ്ട് ഹല്ലേലൂയ ലോകം ഹല്ലേലൂയ നേർവഴിയിൽ വരില്ല. അത് എന്റെ കർത്താവ് അറിഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ വരവിന്റെ സമയമാണ്. എല്ലാം കർത്താവ് അറിയുന്നവനാണ്. ഹല്ലേലൂയ. സർവത്തെയും ഉണ്ടാക്കിയവൻ, സർവത്തെയും ഉളവാക്കിയവൻ, ഹല്ലേലൂയ സർവശക്തൻ. അവനാൽ അസാധ്യമായി യാതൊന്നുമില്ല. എല്ലാം സാധ്യമാണെന്ന് ധരിക്കുക. ഹല്ലേലൂയ. മനുഷ്യൻ, നമ്മുടെ ശരീരം പോലും നമുക്കുള്ളതല്ല. നമ്മുടെ ശരീരം യാതൊരു വിലയും ഉള്ളതല്ല. ഈ ലോകം നശ്വര ലോകമാണ്, അതിനും വിലയില്ല. ഹല്ലേലൂയ. നമുക്ക് വിലയുള്ളത് നമ്മുടെ കർത്താവായ യേശുവാണ്. നമ്മിൽ വസിക്കുന്നത് യേശുവാണ്. നമുക്ക് ജയമാണ്. ഹല്ലേലൂയ. നമുക്ക് നിത്യജീവനുണ്ട്. ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ട്. ഈ ലോകം നമുക്ക് അന്യനും പരദേശിയുമാണ് നമ്മളിവിടെ. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കുക പ്രിയമുള്ളവരെ. കർത്താവിന്റെ വരവിനു വേണ്ടി നമുക്ക് ഒരുങ്ങിയിരിക്കാം, ഉണർന്നും ജാഗരിച്ചും പ്രത്യാശിച്ചുമായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ലബാരബ. ഓ ഹല്ലേലൂയ. നമുക്ക് ഉണർന്നും ജാഗരിച്ചും പ്രത്യാശിച്ചുമായിരിക്കാൻ വേണ്ടി ഹല്ലേലൂയ ഒരുങ്ങിയിരിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്തിനും തയ്യാറായി നമുക്ക് ഹല്ലേലൂയ
ബലഹീനതയല്ല, നമുക്ക് ജയമാണ്, ഉണർവാണ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്നവരെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നിർത്തട്ടെ. ഹല്ലേലൂയ.